വിശുദ്ധന്മാരുടെ ജീവിതമോ വിളക്കുമരങ്ങൾ പോലെയാണ്. വിളക്കുമരങ്ങളുടെ പ്രത്യേകത എന്താണ്? വിളക്കുമരങ്ങൾ ചിലമ്പൊലി ശബ്ദങ്ങൾ കേൾപ്പിക്കാറില്ല, മറിച്ച് വഴിയിൽ പ്രകാശിക്കുക മാത്രമാണ് ചെയ്യുക. ഇരുട്ടുള്ള വഴിയിൽ പ്രകാശിക്കുക മാത്രമാണ് ചെയ്യുക. ഞാൻ തന്നെയാണ് വഴിയും സത്യവും ജീവനും എന്നരുളി ചെയ്ത കർത്താവിൻ്റെ നല്ല പ്രകാശത്തെ സ്വയം സ്വീകരിച്ച് ആ പ്രകാശത്തിൽ ഇരുട്ടിൽ തട്ടിപ്പോകാതെ ഇരിക്കുവാൻ ഈ ലോകയാത്രയിൽ നമ്മുടെ മുൻപിൽ പ്രകാശമായി നിൽക്കുന്ന ആ അതിവിശുദ്ധ വിശ്വാസം നമുക്ക് പകർന്നു തന്ന ആ വിശുദ്ധന്മാരുടെ ജീവിതത്തിൻ്റെ പ്രത്യേകത, വിശുദ്ധന്മാരുടെ ജീവിതം എങ്ങനെയായിരിക്കണമെന്ന് പരിശുദ്ധനായ പരുമല തിരുമേനിയുടെ ജീവിതത്തിൽ കൂടെ ഈ പെരുന്നാളിൽ നാം എന്തു പഠിച്ചെടുക്കുന്നോ, നാം എന്ത് സ്വായത്തമാകുന്നോ, ഓരോ പെരുന്നാളിലും ഞാൻ എന്ത് പുതിയ ശീലം പഠിക്കുന്നുവോ, ഇങ്ങനെയാണ് പറയുന്നത്. നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീക വർധനവ് വരുത്തുക. ആത്മീക വർധനവ് വരുത്തി തലമുറയുടെ മുൻപിൽ മാതൃകയാകാൻ അനുദിനം നമുക്ക് സാധിക്കാറുണ്ടോ? 2, പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ച് നമ്മുടെ പ്രാർത്ഥനകളെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ നിറവിലായിരിക്കണമെന്നാണ് വിശുദ്ധന്മാരുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത്. 3 പറയുകയാണ്, നിത്യജീവനായിട്ട് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കരുണയ്ക്കായിട്ട് കാത്തിരുന്നവരാണ് വിശുദ്ധന്മാർ, അല്ലെ? സഹതന്മാരുടെ ജീവിതങ്ങൾ, വിശുദ്ധന്മാരുടെ ജീവിതങ്ങൾ, നിത്യജീവന് വേണ്ടി അവരെന്തു ചെയ്തു? സ്വന്തം ജീവനെ വിട്ടുകൊടുക്കാൻ, സ്വന്തം ജീവനെ സഹദേരോതുന്നു സുപ്രിയ ശുദ്ധസുതൻ സ്വകരാജ്യേ ഞങ്ങൾ ഏകീടും മുടി ശാശ്വതവും പ്രതിദാനം സംരക്ഷിതവും എരിതീവാൾമർദിതർ ഞങ്ങൾ ആശ്വാസം മശിഹായിഷ്ട. ഇങ്ങനെയുള്ളവർക്ക് അരുളിയതായ പരുദീസയെ അവർ കാംക്ഷിച്ചു. എങ്ങനെയുള്ളവർ? സഹതയരോതുന്നു സുപ്രിയ ശുദ്ധസുതൻ നമുക്കായിട്ട് ഒരുക്കിയിരിക്കുന്ന ആ നിത്യജീവൻ പ്രാപിപ്പാൻ എരിതിയോ വാളോ മർദ്ദനമോ കഷ്ടതയോ നിന്ദയോ പരിഹാസമോ പട്ടിണിയോ പീഡനമോ ഇതൊന്നും ഈ ഭൂമിയിൽ എനിക്ക് സാരമില്ലെന്ന് പറഞ്ഞ് നിത്യജീവനായിട്ട് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കരുണയ്ക്കായിട്ട് കാത്തിരുന്നവരാണ് വിശുദ്ധന്മാരുടെ ജീവിതത്തിൻ്റെ മാതൃക. 4, ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചു കൊള്ളുവിൻ. നമ്മളോട് പറയുകയാണ്, ദൈവസ്നേഹത്തിൽ നമ്മളെ തന്നെ, നമുക്കെല്ലാം സ്നേഹമുള്ളവരാണ്, പക്ഷെ നമ്മുടെ സ്നേഹം ദൈവസ്നേഹമാണോ എന്നുള്ളതാണ്. അസൂയയില്ലാത്ത സ്നേഹം, അഹങ്കാരമില്ലാത്ത സ്നേഹം, പരിഹസിക്കാത്ത സ്നേഹം, ക്ഷമിക്കുന്ന സ്നേഹം, സഹിക്കുന്ന സ്നേഹം, ഈ ദൈവസ്നേഹത്തിൽ അനുദിനം നമ്മെ വർദ്ധിപ്പിക്കുമ്പോഴാണ് പരിശുദ്ധനായ പരുമല തിരുമേനിയെ പോലെയുള്ള വിശുദ്ധന്മാരുടെ ജീവിത മാതൃകയിൽ നിന്ന് ഞാനും നിങ്ങളും ഈ പെരുന്നാളിൽ എന്തെങ്കിലും ആർജിച്ചെടുത്തു എന്ന് പറയാൻ സാധിക്കുക. വീണ്ടും പറയുകയാണ്, അതുകൊണ്ട് പ്രിയമുള്ളവരെ, സംശയിക്കുന്ന ചിലരോട് കരുണ ചെയ്യുവീനെന്ന്. വിശ്വാസ ജീവിതത്തിൽ അജ്ഞതയുള്ളവർ നമുക്ക് ചുറ്റുമുണ്ട്. അവരോട് കരുണ ചെയ്യുകയാണോ, മറിച്ച് നമ്മളും കാര്യത്തോടെടുക്കുമ്പോൾ അവരും നമ്മളും ഒരുപോലെ മത്സരിക്കുകയാണോ ചെയ്യുന്നതെന്ന് നമ്മൾ ചിന്തിക്കണം. ദൈവത്തെക്കുറിച്ചുള്ള വലിപ്പം നമുക്ക് കാട്ടിത്തന്നവരാണ് വിശുദ്ധന്മാർ. ഒരിക്കൽ ഒരു കുഞ്ഞപ്പനോട് ചോദിക്കുകയാണ്, അപ്പാ ഈ ദൈവം എന്ന് പറഞ്ഞാൽ ആരാണ്? അപ്പനിങ്ങനെ ആകാശത്തേക്ക് കൈ ഉയർത്തിയപ്പോൾ അതുവഴി ഒരു എയ്റോപ്ലെയിൻ പറന്നു പോകുന്നുണ്ട്. ആ വിമാനത്തെ ഒരു പൊട്ടോളം കണ്ടപ്പോൾ കുഞ്ഞിന് സന്തോഷമായി. കാരണം അനങ്ങുന്ന വിമാനത്തെയാണ് കുഞ്ഞ് കണ്ടത്. അപ്പൊ കുഞ്ഞ് ചോദിച്ചു, അപ്പാ അതാണോ ദൈവം? അങ്ങനെ ആകാശത്തിരിക്കുന്നതാണോ ദൈവം? അപ്പൻ ചിരിച്ചു. അടുത്ത ദിവസം തന്നെ ഈ കുഞ്ഞിനെ അപ്പൻ എയർപോർട്ടിൽ കൊണ്ടുപോയി. എയർപോർട്ടിൽ കൊണ്ടുപോയപ്പോൾ അപ്പനും കുഞ്ഞും കാണുന്നത് വലിയൊരു എയ്റോപ്ലെയിനാണ്, കുഞ്ഞിൻ്റെ കണ്ണിൽ ഒതുങ്ങാത്ത വലിയൊരു എയ്റോപ്ലെയിൻ. അപ്പൊ കുഞ്ഞ് ചോദിച്ചു, അപ്പാ നമ്മൾ അന്ന് കണ്ട ദൈവം അവിടെ നോക്കിയപ്പോൾ ഇത്രയും ഉണ്ടായിരുന്നുള്ളല്ലോ, ഇതെന്താ ഇത്രയും വലുത്? അപ്പൻ കുഞ്ഞിനോട് ഉപദേശിച്ചു കൊടുത്തു, മോനെ, ദൈവത്തെ നീ എവിടെ നിന്ന് നോക്കുന്നുവോ അതാണ് ദൈവത്തിന്റെ വലിപ്പം. നീ ദൈവത്തോട് അടുത്ത് ചെല്ലുവിൻ, എന്നാൽ അവൻ നിന്നോടും അടുത്തു വരും. നീ ദൈവത്തോട് അകന്നു പോയി കഴിഞ്ഞാൽ ദൈവം നിന്റെ അടുത്ത് നിന്ന് അകന്നു പോകുന്ന ഒരു അനുഭവം ഉണ്ടാകും. അങ്ങനെ അകന്നു പോകുന്ന അനുഭവത്തിലിരിക്കുന്നവരെ കൂടെ സത്യവിശ്വാസത്തിന്റെ അനുഭവത്തിലേക്ക്, ദൈവസ്നേഹത്തിന്റെ അനുഭവത്തിലേക്ക് എനിക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ടോ? എനിക്ക് ആത്മീക വർധനവ് മാത്രമല്ല, മറിച്ച് ദോഷം വിട്ടകന്നോ,
ഗുണം ചെയ്യണമെന്നാണ് വിശുദ്ധ പത്രോസ് ശ്ലീഹ ലേഖനത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. എത്രമാത്രം എൻ്റെ സമൂഹത്തിന് ഗുണം ചെയ്യാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. വീണ്ടും പറയാണ്, ചിലരെ തീയിൽ നിന്ന് വലിച്ചെടുപ്പീനെന്ന്. പാപത്തിൽ കിടക്കുന്നവരെ രക്ഷിക്കാൻ, രോഗത്തിൽ കിടക്കുന്നവരെ രക്ഷിക്കാൻ, സങ്കടത്തിൽ കിടക്കുന്നവരെ രക്ഷിക്കുവാൻ എൻ്റെ പ്രവൃത്തിക്കും എൻ്റെ പ്രാർത്ഥനയ്ക്കും സാധിക്കാറുണ്ടോ? ആർക്കെങ്കിലുമൊക്കെ ഒന്ന് കൈകൾ നീട്ടി, ആരെങ്കിലും ഒന്ന് കൈകൾ നീട്ടി. ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിരുന്ന APJ അബ്ദുൽ കലാം സാർ പറയുമായിരുന്നു, ഐ ആം നോട്ട് ഹാൻസം ബട്ട് ഐ ആം റെഡി ടു ഗിവ് ഹാൻഡ്സ് ടു സമ്മൺ. ഞാനൊരു ഹാൻസമായ മനുഷ്യനല്ല, പക്ഷേ ഐ ആം റെഡി ടു ഗിവ് ഹാൻഡ്സ് ടു സമ്മൺ. മറ്റുള്ളവരുടെ നേരെ പരിശുദ്ധനായ പരുമല തിരുമേനി തുമ്പമൺ ദേശത്ത് ജീവിച്ചിരുന്ന സമയത്ത് വസൂരി ബാധിച്ച വീടുകളിൽ കയറി ഇറങ്ങി എന്ന ഒറ്റ വാക്കിൽ പറയുമ്പോൾ നമുക്കറിയാം, നമ്മളൊക്കെ കോവിഡിന്റെ അനുഭവത്തിൽ കൂടെ കടന്നുപോയവരാ. എന്ത് സംഭവിച്ചാലും നമ്മൾ ആരെയും നമ്മുടെ വീട്ടിലോട്ടും കയറ്റാറില്ലായിരുന്നു. നമ്മളും ആരുടെയും പത്രം പോലും നമുക്ക് വേണ്ടായിരുന്നു. പത്രം വായിച്ചില്ലെങ്കിൽ ശ്വാസം മുട്ടുന്ന നമുക്ക് എന്ത് വേണ്ടായിരുന്നു? അഥവാ പത്രം കിട്ടിയാലോ പത്രത്തെ മുഴുവൻ സ്പ്രേ അടിച്ച് കുളിപ്പിക്കുമായിരുന്നു നമ്മളല്ലേ, മുഴുവൻ സാനിറ്റൈസറൊക്കെ അടിച്ച്. എന്നിട്ട് നമ്മൾ പറയും, പരിശുദ്ധനായ പരുമല തിരുമേനി എല്ലാവരുടെയും വീട്ടിൽ. പരിശുദ്ധന് സാധാരണ ജീവിതത്തിൽ കൂടി അസാധാരണമായ പോരാട്ടങ്ങളെ സ്വന്തം ജീവിതത്തിൽ ഏറ്റെടുത്തവരാണ് വിശുദ്ധന്മാർ. തനിക്ക് വേണ്ടി മുറിഞ്ഞവനായ ക്രിസ്തുവിന് വേണ്ടി തങ്ങളെ തന്നെ മുറിക്കുവാൻ ഏൽപ്പിച്ചവരായിരുന്നു വിശുദ്ധന്മാർ. എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ ചിലരെയൊക്കെ തീയിൽ നിന്ന് വലിച്ചെടുക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരൊക്കെ അങ്ങനെ ആയിപ്പോയി എന്നല്ല, മറിച്ച് തീയിൽ നിന്ന് വലിച്ചു പുറത്തെടുക്കുവാൻ ഒരുപക്ഷെ നമ്മുടെ ചില സ്നേഹപ്രകടനങ്ങളായിരിക്കും, അല്ലെങ്കിൽ സ്നേഹപ്രവർത്തനങ്ങളായിരിക്കും വേണ്ടത്. അല്ലെങ്കിൽ നമുക്ക് വേണ്ടതോ ഇടുവിൽ നിന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ എനിക്കും നിങ്ങൾക്ക് സാധിക്കാറുണ്ടോ? 3 വീണ്ടും പറയുന്നു, ജഡത്താൽ കറ പിടിച്ച അങ്കി പോലും പകച്ചുകൊണ്ട് ചിലരോട് ഭയത്തോടെ കരുണ കാണിപ്പിൻ. ഈ ലോക ആഡംബരങ്ങളിൽ മുങ്ങിക്കിടക്കുന്ന അനേകരെ ക്രിസ്തുവിലേക്ക് എത്തിക്കുവാൻ എൻ്റെയും നിങ്ങളുടെയും പ്രാർത്ഥനകളും പദയാത്രകളുമൊക്കെ മാതൃകയായി തീരണം. ആകയാൽ പ്രിയമുള്ളവരെ, ഈ വിശുദ്ധന്റെ ജീവിതം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് വലിയ ഉത്തരവാദിത്വമാണ്. വേദനകളിലും ശോധനകളിലും ഒന്നും ഒഴുകിപ്പോകുന്നവരാകരുത്, മടുത്തു പോകുന്നവരാകരുത്, തണുത്തു പോകുന്നവരാകരുത്. മറിച്ച് ഈ വലിയ ദൗത്യം നമ്മൾ പക്ഷെ എന്തുകൊണ്ടാണെന്നറിയോ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് എഴുന്നേക്കാത്തത്? എനിക്ക് ഇങ്ങനെയൊക്കെ ആയിപ്പോയി എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ ചട്ടവട്ടത്തിൽ ഒതുങ്ങിക്കൂടാൻ ആഗ്രഹിക്കുന്ന ആളാണ് പലപ്പോഴും. ഒരിക്കലേ ഒട്ടകത്തിൻ്റെ കുഞ്ഞും കൂടി ഇരിക്കുകയാണ്. ഈ ഒട്ടകത്തിൻ്റെ കുഞ്ഞ് ഒട്ടകത്തിൻ്റെ അമ്മയോട് ചോദിക്കുക, എന്താ അമ്മ ദൈവം നമ്മളെ ഇങ്ങനെയൊക്കെ ആക്കിയത്? അപ്പൊ അമ്മ ചോദിച്ചു, എന്താ മോനെ അങ്ങനെ ചോദിച്ചത്? അപ്പൊ ഒട്ടകം അതിൻ്റെ കാലിലേക്ക് നോക്കിയിട്ട് പറയാ, എല്ലാ മൃഗങ്ങളുടെയും വിരലുകൾ എന്തൊരു ഭംഗിയാ, നമ്മളുടെ വിരലുകൾ മാത്രം എന്താ ഇങ്ങനെ കൂട്ടി ഒട്ടിയിരിക്കുന്നത്? അമ്മ ചിരിച്ചു. വീണ്ടും ഈ കുഞ്ഞൊട്ടകം അമ്മയൊട്ടകത്തോട് ചോദിക്കുക, എന്താ അമ്മ നമ്മുടെ കൺപീലികൾ മാത്രം ഇങ്ങനെ തൂങ്ങി താഴേക്ക് കിടക്കുന്നത്? വീണ്ടും അതിന് സങ്കടം, നമ്മുടെ മൂക്ക് മാത്രം എന്താ ഒരു ഭംഗിയുമില്ലാതെ ഇങ്ങനെ വിരൂപമായിരിക്കുന്നത്? ഇങ്ങനെ അതിനുശേഷം ചോദിച്ചു, എല്ലാം പോട്ടെ അമ്മ, എല്ലാ മൃഗങ്ങൾക്കും എന്തൊരു സൗന്ദര്യ, നമ്മുടെ പുറത്ത് മാത്രം എന്താ അമ്മ ഇത്രയും വലിയ കൂനിരിക്കുന്നത്? അമ്മയൊട്ടകം ഈ കുഞ്ഞൊട്ടകത്തോട് പറഞ്ഞു, നമ്മളെ ദൈവമാക്കി വെച്ചിരിക്കുന്നത് മരുഭൂമിയിലെ കപ്പലായിട്ടാണ്. ഈ മരുഭൂമിയിൽ കൂടി നടക്കാൻ വേണ്ടിയാണ്. മരുഭൂമിയിൽ നടക്കുന്നവന് വിരലുകൾക്കിടയിൽ കൂടി വിടവുകൾ ഉണ്ടായാൽ അവൻ്റെ വിരലുകൾക്കിടയിൽ കൂടി മണലുകൾ കയറി അവന് നടത്തം സുഗമമാകുകയില്ല. അതുകൊണ്ട് ഇവിടെ നടക്കാൻ പാകമായ വിരലുകളാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. നമ്മുടെ കൺപീലികൾ മണൽ കാറ്റടിക്കുമ്പോൾ ഈ മണൽ കാറ്റ് മുഖത്തേക്ക് അടിച്ച് കണ്ണിൽ കയറാതിരിക്കുവാൻ ദൈവം വിശറി പോലെ നമുക്ക് കൺപീലികൾ തന്നിരിക്കുക. ഈ ചൂടുകാറ്റ് നാസാദ്വാരത്തിലേക്ക് കയറാതിരിക്കുവാൻ അടഞ്ഞ മൂക്കുകൾ നമുക്ക് നൽകിയിരിക്കുക. അപ്പോൾ ഈ കൂനോ അമ്മ കുഞ്ഞിന് പറഞ്ഞു കൊടുക്കുക, മകനെ നമുക്ക് ദൈവം തന്നിരിക്കുന്ന കൂന് ഈ മരുഭൂമിയിലേക്കുള്ള യാത്ര അത്ര എളുപ്പമല്ല. എപ്പോഴും നമുക്ക് ആഹാരവും വെള്ളവും ലഭിക്കുകയില്ല. നമുക്ക് ആവശ്യമായിരിക്കുന്ന എനർജി സ്റ്റോർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മുടെ മുതുകത്ത് ദൈവം ഈ കൂന് തന്നിരിക്കുന്നത്. പ്രിയമുള്ളവരെ, എൻ്റെയും നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഇതുപോലെ ഒരുപാട് ചോദ്യങ്ങൾ ദൈവസന്നിധിയിൽ നമുക്കുണ്ട്. ദൈവമേ, എനിക്ക് മാത്രം എന്താ ഈ കൂന്?
ദൈവമേ എനിക്ക് മാത്രം എന്താ ഈ സങ്കടം? ദൈവമേ എൻ്റെ പ്രശ്നങ്ങൾ മാത്രം എന്താ തീരാത്തത്? ഇതിനെല്ലാം കൃത്യമായ ഉത്തരം എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിലുണ്ട്. നമ്മുടെ തലമുറയുടെ മുൻപിൽ വ്യക്തമായ ഉത്തരങ്ങൾ കൊടുക്കണമെങ്കിൽ വിശുദ്ധമായ ജീവിതം നയിക്കുന്ന, സ്വയം ആത്മീക വർധനവ് വരുത്തുന്നവരും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുന്നവരും നിത്യജീവനെ ആഗ്രഹിക്കുന്നവരും ദൈവത്തിൻ്റെ കരുണയ്ക്കായിട്ട് ദൈവസ്നേഹത്തിൽ നമ്മളെ തന്നെ സൂക്ഷിക്കുന്നവരുമായിട്ട് നാം ആയിത്തീരുമ്പോൾ മാത്രമാണ് നമ്മുടെ തലമുറയുടെ മുൻപിൽ ഈ പെരുന്നാളുകളെല്ലാം മാതൃകയാകുക. അല്ലെങ്കിൽ നാമും വെറുതെ ഇങ്ങനെ ഒഴുകിപ്പോകും. എബ്രായ ലേഖനം 2-ാം അധ്യായം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു. അതുകൊണ്ട് നാം എന്ത് ചെയ്യുന്നു? എല്ലാ വർഷവും ഇങ്ങനെ കേൾക്കുന്നു, എല്ലാ വർഷവും അറിയുന്നു, ഇഷ്ടംപോലെ വചന ശുശ്രൂഷകൾ നമ്മൾ കടന്നു പോകുന്നു, ദൈവവചനത്തെ ധ്യാനിക്കുന്നു. എന്നാൽ പ്രിയമുള്ളവരെ, കർത്താവ് നമ്മളോട് പറയാ, അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുക എന്നത് ആവശ്യമാകുന്നു. കേൾവിക്ക് ഒരു കുറവുമില്ല, കേൾവിക്ക് യാതൊരു കുറവുമില്ല. നാളുകൾക്ക് മുൻപേ നമ്മൾ ആളുകളെയൊക്കെ വിളിച്ച് ബുക്ക് ചെയ്ത്, എനിക്ക് തോന്നുന്നു അനേക പരിശുദ്ധ പിതാക്കന്മാർ, സഭയുടെ പരിശുദ്ധ പിതാക്കന്മാർ, വലിയ വലിയ പിതാക്കന്മാരൊക്കെ കടന്നു വന്ന് ശുശ്രൂഷ നടത്തിയിട്ടുള്ളൊരു സ്ഥലമാണ് ഈ പള്ളി. കാരണം പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ പാദസ്പർശമേറ്റ ഈ പള്ളിയിൽ എങ്ങനെ പോയാലും അനേക പിതാക്കന്മാർ കടന്നു വന്ന അന്ന് കാലം തൊട്ട് നമ്മൾ കേൾക്കുക. ഈ കേൾക്കുന്നത് എങ്ങും കെട്ടിക്കിടക്കുന്നില്ല. നമ്മൾ എന്ത് ചെയ്യാണ്? അത് വെറുതെ ഇങ്ങനെ ഒഴുകിപ്പോകുകയാണോ എന്ന് നമ്മളോട് തന്നെ ചോദിക്കണം. എബ്രായ ലേഖനം 2-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം പറയുന്നുണ്ട്: ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവർത്തികളാലും തൻ്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റി ഒഴിയും? കർത്താവിൽ നിന്ന് അപ്പോസ്തലന്മാർ കേട്ടു, ദൈവത്തിൽ നിന്ന് പ്രവാചകന്മാർ കേട്ടു, പ്രവാചകന്മാർക്ക് ശേഷം കർത്താവ് തമ്പുരാൻ നേരിട്ട് വന്നു, അപ്പോസ്തലന്മാർക്ക് പകർന്നു കൊടുത്തു, പരിശുദ്ധാത്മാവിൽ അവർ നമുക്ക് ചൂണ്ടിക്കാണിച്ചു. നമ്മുടെ പിതാക്കന്മാർ നമുക്ക് കാട്ടിത്തന്ന ഇത്ര വലിയ രക്ഷ നാം ഇനിയും ഗണ്യമാക്കാതെ പോയാൽ ഇനി ഒരു പെരുന്നാളിൽ നമ്മൾ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്കാർക്കും ഗ്യാരണ്ടി ഇല്ല. കാരണം കഴിഞ്ഞ പെരുന്നാളിൽ നമ്മളോട് കൂടെ ഉണ്ടായിരുന്ന പലരും ഇന്ന് നമ്മളോട് കൂടെ ഇല്ല എന്നതാണ് സത്യം. അവരിൽ നിന്നൊന്നും യോഗ്യത കൂടുതൽ നമുക്കില്ല. അതുകൊണ്ട് ഇത്ര വലിയ രക്ഷ എങ്ങനെയാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് നമുക്ക് രക്ഷ നൽകി തന്നത്? ക്രൂശിലൂടെയാണ് കർത്താവ് നമുക്ക് നേടിത്തന്നത് രക്ഷ. എങ്ങനെയാണ് കർത്താവ് ക്രൂശിൽ? എന്തായിരുന്നു ക്രൂശ് മരണത്തിന്റെ ഒന്നാമത്തെ ഉദ്ദേശം? എബ്രായ ലേഖനം 2-ാം അധ്യായം 14-ാം വാക്യം: മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരെയൊക്കെയും കർത്താവ് വിടുവിച്ചു. മരണത്തിന്റെ അധികാരിയായ പിശാചിനെ, നമുക്ക് ഈ വാക്യം പരിചയമല്ല, പക്ഷെ പ്രാർത്ഥനയോത്തിന് പോകുന്നതുകൊണ്ട് നമുക്ക് ഈ പാട്ട് പരിചയമാണ്, അല്ലേ? മരണാധികാരി ആയിടുന്ന പിശാചിനെ മരണത്തിനാലെ നീക്കി മൃത്യു നാഥനെ മരണത്തിനാലെ നീക്കി മൃത്യു ഭീതി തീർത്തനാ. ഒന്നാമതായി ക്രൂശിൽ നിന്നുള്ള രക്ഷ പിശാചിന്റെ തന്ത്രങ്ങളെ എതിർത്ത് നിൽക്കുവാൻ സ്വന്തം രക്തത്തെ ചിന്തിയായിരുന്നു. 2, എബ്രായ ലേഖനം 2-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിൽ കർത്താവ് പറയുന്നുണ്ട്, താൻ തന്നെ പരീക്ഷിതനായി പരീക്ഷിക്കപ്പെടുന്നവരെ സഹായിപ്പാൻ കഴിവുള്ളവനാണ്. താൻ തന്നെ പരീക്ഷിക്കപ്പെട്ടതുകൊണ്ട് പരീക്ഷിക്കപ്പെടുന്നവരെ പരീക്ഷയിൽ നിന്ന് രക്ഷിപ്പാൻ കഴിവുള്ളതാണ്. 3, ഈ ക്രൂശിലെ രക്ഷ നമുക്ക് ഓരോരുത്തർക്കും നിത്യജീവൻ വാഗ്ദാത്തം ചെയ്തുകൊണ്ടുള്ളതാണ്. എന്നാൽ ഇതിനെ തെറ്റി നാം എങ്ങനെ ഒഴിയും? ഇങ്ങനെ തെറ്റി ഒഴിയാൻ നോക്കിയ ആളാണ് യോന. എന്നിട്ട് എവിടെ വരെ ചെല്ലാൻ സാധിച്ചു? ആവണക്കിന്റെ ചുവട് വരെ.
അല്ലെങ്കിൽ മത്സ്യത്തിന്റെ വയറ്റിൽ വരെ. ഇതിനപ്പുറത്ത് ഓടി ഒളിക്കാൻ ആർക്ക് സാധിച്ചില്ല? കപ്പലിനകത്ത് ഒളിക്കാമെന്ന് കരുതിയ യോന കപ്പലിൽ നിന്ന് എറിയപ്പെട്ടപ്പോൾ മത്സ്യത്തിന്റെ വയറ്റിലേക്ക് ചെന്നു. മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് വീണ്ടും ഭൂമിയുടെ ആശ്വാസമായിട്ട് ആവണക്കിന്റെ ചുവട്ടിൽ ഒളിക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ 139 സങ്കീർത്തനത്തിൽ പറയുന്നത്, തിരുസന്നിധി വിട്ട് ഞാൻ എവിടേക്ക് ഓടും? കാരണം ഞാൻ സ്വർഗത്തിൽ കയറിയാൽ നീ അവിടെയുണ്ട്, ഞാൻ പാതാളത്തിൽ എൻ്റെ കിടക്ക വിരിച്ചാൽ ഞാനും നിങ്ങളും ഓരോ പ്രവൃത്തിയും ചെയ്യുന്നതിന് മുൻപ് കർത്താവേ എൻ്റെ ഉള്ളിൽ ബോധ്യം തരണമേ, തിരുസന്നിധി വിട്ട് എനിക്ക് ഓടാൻ ഒരു സ്ഥലവും ഇല്ല. ഞാൻ എവിടേക്ക് ഓടും? എന്നാൽ പലപ്പോഴും പ്രിയമുള്ളവരെ, നമ്മുടെ പലരുടെയും ഓട്ടം പരിധി വിട്ടുള്ള ഓട്ടമല്ലേ? ക്രിസ്തീയ ജീവിതത്തിന് ചേരാത്ത ഓട്ടങ്ങൾ എൻ്റെയും നിങ്ങളുടെയും പ്രവൃത്തിയിലും പ്രവർത്തനങ്ങളിലും ഉണ്ടാകാറുണ്ടോ?